നമസ്കാരം. മനുഷ്യത്വവും മനുഷ്യരിലെ നന്മയുമെല്ലാം പൂർണ്ണമായും വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ടായിരിക്കണം എവിടെയെങ്കിലും അതിൻ്റെ ഒരു അംശം കണ്ടാൽ എന്നെ വ്യക്തിപരമായി അത് വളരെ സന്തോഷിപ്പിക്കാറുണ്ട്. നിങ്ങളെയും അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസമാണ് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മരണപ്പെട്ടത്. അതും ഷൈൻ ടോം ചാക്കോയുടെ ചികിത്സാർത്ഥം അവർ ബാംഗ്ലൂരിലേക്ക് കുടുംബസമേതം പോകുന്നതിനിടയിലാണ് വലിയ ഒരു കാർ അപകടം ഉണ്ടാകുന്നത്. ആ യാത്രയിലുണ്ടായിരുന്ന എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഷൈന് കൈക്കാണ് പൊട്ടലേറ്റിട്ടുള്ളത്. ഷൈൻ്റെ മാതാവിൻ്റെ അവസ്ഥയാണ് അതിനേക്കാൾ ദാരുണം. അവർക്ക് ഇടിപ്പല്ലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. സ്വന്തം ഭർത്താവ് അന്ത്യനിദ്രയിലായിരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് സ്ട്രക്ചറിൽ കിടന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായത. എഴുന്നേറ്റിരുന്ന് ഒരു അന്ത്യചുംബനം പോലും നൽകാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല. സ്വന്തം കണ്ണുനീർ പോലും കൈകൾ ഉപയോഗിച്ച് തുടയ്ക്കാൻ കഴിയാത്ത ഒരവസ്ഥ. വളരെ ദാരുണമായി പോയി. ഷൈൻ ടോം ചാക്കോയെ നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും. കാരണം ലഹരിയുടെ ഉപയോഗം, അതിനെ തുടർന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ കാര്യങ്ങൾ, അതിനുശേഷം പിതാവ് മകനെ ന്യായീകരിച്ചുകൊണ്ട് വളരെ ഗുരുതരമായി ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ആ പിതാവിനെയും വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ സംഭവം അതിദാരുണമായി പോയി. പ്രത്യേകിച്ച് സ്വന്തം മകനെ ഈ ലഹരിയുടെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും മുക്തനാക്കണം, പൂർണ്ണ മുക്തനാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ആ പിതാവ് ഇറങ്ങി തിരിച്ചപ്പോൾ മകന് വേണ്ടി മരണപ്പെട്ട ഒരു പിതാവ് എന്നുള്ള ഒരു ലേബലിൽ ആണ് ഇപ്പോൾ അദ്ദേഹം, ചാക്കോ എന്ന ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന പ്രധാന പോയിന്റ്, ഷൈനെ വിമർശിച്ച ആളുകളും കുറ്റപ്പെടുത്തിയ ആളുകളും ഉൾപ്പെടെ എല്ലാവരും തന്നെ സ്നേഹത്തിൽ പൊതിയുന്ന ഒരു കാഴ്ചയാണ് ഷൈൻ്റെ പിതാവിൻ്റെ സംസ്കാരത്തിൻ്റെ വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സുകളിൽ എനിക്ക് വ്യാപകമായി കാണാൻ സാധിച്ചത്. 99% പേരും പറയുന്നത്, ഷൈൻ നീ പൂർണ്ണ മുക്തനായി, ലഹരിയിൽ നിന്ന് പൂർണ്ണ മുക്തനായി തിരിച്ചു. ആ പിതാവ് നിനക്ക് വേണ്ടിയാണ് ഒരുപക്ഷെ മരണപ്പെട്ടത്. ഇനി നിനക്ക് ലഹരി തൊടാൻ പോലും കഴിയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നീ നല്ലൊരു നടനാണ്, ആ നടനായി തിരിച്ചു വാ. കലാരംഗത്തിന് നിന്നെ ആവശ്യമുണ്ട്. ലഹരിയിൽ നിന്ന് ഇതോടെ കൂടി നിനക്ക് പൂർണ്ണ മോചനം കിട്ടട്ടെ തുടങ്ങി ഒരുപാട് സ്നേഹത്തോടെയുള്ള കമൻറ്റുകൾ കാണാൻ സാധിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒരാൾ എത്ര മോശപ്പെട്ടവനാണെങ്കിലും സ്വന്തം എന്നുള്ള ആളുകൾ വിട്ടുപിരിയുമ്പോൾ, പ്രത്യേകിച്ച് പിതാവ് നമ്മളെ വിട്ടു പിരിയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടബോധം, അത് അവരവർക്ക് മാത്രം അനുഭവിച്ച് അറിയാൻ പറ്റുന്ന ഒരു വികാരമാണ്. ഒരാൾക്കും മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഷൈൻ്റെ കൂടെ നിഴലായി നിന്ന, കരുത്തായി നിന്ന, നട്ടെല്ലായി നിന്ന പിതാവാണ്. പെട്ടെന്ന് ഒരു അസുഖം പോലും ബാധിച്ച് മരിച്ചതല്ല, കൂടെ ഒപ്പം യാത്ര ചെയ്ത് ഒരുപക്ഷെ ആ മിനിറ്റുകൾക്ക് മുമ്പ് കൂടി അവരൊന്നിച്ച് സംസാരിച്ചിരുന്നവരാണ്. അപ്പോൾ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ സംസ്കാര ചടങ്ങിൻ്റെ വീഡിയോകൾ കണ്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. കാരണം ഷൈൻ്റെ ആ ഒരു കരച്ചിൽ എന്ന് പറയുന്നത് മറ്റിടങ്ങളിൽ നോക്കി നിൽക്കുമ്പോൾ ഒരു നിർവികാരത മുഖത്ത് കാണുമ്പോഴും പിതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം അണ പൊട്ടി ഒഴുകുകയാണ് ആ ദുഃഖം. ലോകം മുഴുവൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയപ്പോഴും, ഈ ഷൈനെ കുറ്റപ്പെടുത്തിയപ്പോഴും, തെറ്റുകാരനാണെന്ന് പറഞ്ഞപ്പോഴും അയാൾക്ക് വേണ്ടി നിലകൊണ്ട പിതാവ്, ആ തെറ്റിൽ നിന്നും പൂർണ്ണമായിട്ടും അവനെ മോചിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച പിതാവാണ്. നമുക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാർ, അവർ നമുക്ക് എന്നേക്കും വിലപ്പെട്ടതാണ്. മറ്റുള്ള ബന്ധങ്ങൾ ഇന്ന് വരും നാളെ പോകും, അല്ലെങ്കിൽ അതിന് പകരക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു ഭാര്യ മോശമാണെങ്കിൽ, അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആളല്ലെങ്കിൽ, യോജിച്ചു പോകാൻ പറ്റാത്ത ആളാണെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാം എന്നൊരു ഓപ്ഷനുണ്ട്. ഭാര്യമാർക്കും മറ്റൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ നമ്മളുടെ ശരീരത്ത് നിന്ന് ഉണ്ടാകുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ പാതിയായി നമ്മൾ കണക്കാക്കുന്ന മക്കൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതിന് പകരമാവാൻ മറ്റൊന്നിനും കഴിയില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് പരമാവധി സന്തോഷവും സമാധാനവും നൽകാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. നമ്മളത് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ മരണശേഷം ചിലപ്പോൾ രോഗികളായിട്ട് കിടക്കുന്ന മാതാപിതാക്കൾ നമുക്കുണ്ടാവും, അതല്ലെങ്കിൽ ആരോഗ്യവാന്മാരായിട്ടുള്ള മാതാപിതാക്കളാവും. ആർക്ക് എപ്പോൾ എങ്ങനെ എന്ത് സംഭവിക്കും എന്നൊന്നും അറിയില്ല നമുക്കാർക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കടമകൾ കൃത്യമായി ചെയ്യുക. മരണശേഷം ഒരിക്കലും ഒരു തരത്തിലുമുള്ള കുറ്റബോധം ഒരു മക്കളെയും വേട്ടയാടാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. മരണശേഷം അവരുടെ മരണാനന്തര ചടങ്ങുകൾ എത്ര കേമമായി നടത്തിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ ചരമവാർഷികങ്ങൾ എത്ര ആഘോഷപൂർവ്വം നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല. അവർ ജീവനോടെ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അവരോട് പറയുന്ന മറുപടികൾ, അവരോടുള്ള സമീപനം, സ്നേഹം എത്തരത്തിലായിരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ തുടർന്നുള്ള, അവരുടെ മരണശേഷം നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ സംതൃപ്തി ഇരിക്കുന്നത്, സമാധാനം ഇരിക്കുന്നത്. എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ, ഓർമ്മയാകട്ടെ. ഷൈൻ ടോം ചാക്കോയുടെ ദുഃഖത്തിൽ ഏറെ ആത്മാർത്ഥതയോടെ പങ്കുചേരുന്നു.
അതുപോലെ തന്നെ തിരിച്ച് പൂർവാധികം ശക്തിയോടെ വരിക. നല്ല ഒരു നടനാണ് നിങ്ങൾ. ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിതനാകാൻ സ്വന്തം ജീവൻ തന്നെ ബലി കൊടുത്ത് അച്ഛൻ ഒരു നിമിത്തമായി എന്ന് മാത്രം കരുതുക.